അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വിഷയം മാലിന്യങ്ങളെക്കുറിച്ചുള്ള സംശയ നിവാരണമാണ്. നായ വീടിൻ്റെ അകത്ത് പ്രവേശിച്ചാൽ അവിടെ നജസാകുമോ? ആയാൽ എന്ത് ചെയ്യണമെന്നാണ് ഇന്നത്തെ മാലിന്യം സംബന്ധമായ സംശയം. മറുപടി: നായ വീടിൻ്റെ അകത്ത് കയറി എന്നതുകൊണ്ട് നജസാവുകയില്ല. നനവുള്ള സ്ഥലത്ത് നായ സ്പർശിക്കുകയോ നായയുടെ നനവുള്ള ഭാഗം ഏതെങ്കിലും ഭാഗത്ത് ആവുകയോ ചെയ്താൽ അവിടം നജസായി. അങ്ങനെ നജസായ ഭാഗം 7 പ്രാവശ്യം കഴുകണമെന്നും 7 ശുദ്ധമായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടും ആവണമെന്നും പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. നായ സ്പർശിച്ച ഭാഗത്ത് പകരുന്ന അണുക്കളെ നശിപ്പിക്കുവാൻ മണ്ണു കലക്കിയ വെള്ളത്തിനെ കഴിയൂ. മണ്ണുള്ള അകമാണെങ്കിൽ അവിടെ പ്രത്യേകം മണ്ണു ചേർക്കേണ്ടതില്ല. പിന്നെയോ മാർബിളോ സിമൻറ്റോ പൊടിയില്ലാത്ത മണലോ ആണെങ്കിൽ അവിടെ മണ്ണു ചേർക്കുക തന്നെ വേണമെന്ന് ഷർവാനിയിലുണ്ട്. മറ്റൊന്ന്, ചില സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു തരം വെള്ളപ്പോക്ക്, അത് ദ്രാവകമുണ്ടല്ലോ, അത് കുളിയെ നിർബന്ധമാക്കുമോ? അത് ശരീരത്തിലെ വസ്ത്രത്തിലോ ആയാൽ നിസ്കാരത്തിന് തടസ്സമാകുമോ എന്നതാണ് ചോദ്യം. അതിന് ഉത്തരം: വെള്ളപ്പോക്ക് നിമിത്തം കുളി നിർബന്ധമില്ല. എങ്കിലും അത് ഉള്ളിൽ നിന്ന് വരുന്നതായതുകൊണ്ട് നജസാണ്. ശരീരത്തിലോ വസ്ത്രത്തിലോ ആയിട്ടുണ്ടെങ്കിൽ ശുദ്ധിയാക്കേണ്ടതാണ് എന്നതാണ്. മറ്റൊന്ന്, വീട്ടിനു കാവലായി നായയെ വളർത്തുന്നത് തെറ്റുണ്ടോ? തെറ്റില്ലേന്ന്. ഇത്തരം ആവശ്യങ്ങൾക്ക് നായ വളർത്തുന്നത് അനുവദനീയമാണെന്ന് ഫുഖഹാ വ്യക്തമാക്കിയിട്ടുണ്ട്. വേട്ട, വീട്ടുകാവൽ തുടങ്ങിയ അനിവാര്യ കാര്യങ്ങൾക്കല്ലാതെ ഹോബിക്ക് വേണ്ടി നായ വളർത്തുന്നത് തെറ്റാണ്. അത്തരക്കാരുടെ സൽക്രമങ്ങൾ അതുകാരണം ചുരുക്കപ്പെടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ നായ പല പാവങ്ങൾക്കു നേരെ കുരച്ചു ചാടുകയും ഭയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടാകുമെന്നത് ഇതിൻ്റെ കാരണങ്ങളിൽ ചിലതായിട്ട് പറയുന്നുണ്ട്. പിന്നെ ആടിനെ കറന്നപ്പോൾ പാലിൽ ആടിൻ്റെ കാഷ്ടം വീണു. എന്നാൽ എന്ത് ചെയ്യും? ഈ പാല് ഉപയോഗിക്കാൻ പറ്റുമോ എന്നതാണ് മറ്റൊരു സംശയം. അതിന് ഏത് ജീവിയുടെയും കാഷ്ടം നജസാണ്. പാല് പോലത്തെ ദ്രാവകത്തിൽ നജസ് വീണാൽ ശുദ്ധിയാക്കാൻ കഴിയില്ല. അതിനാൽ ആ പാൽ ഉപയോഗിക്കാൻ പാടുള്ളതല്ലാന്ന്. മറ്റേ സ്പ്രേ ഉപയോഗിക്കുന്നതിൻ്റെ വിധി എന്തെന്ന്? ആൽക്കോള്, സ്പിരിറ്റ് തുടങ്ങിയ നജസുകൾ ചേരാത്ത സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അവ ചേർന്നത് ഉപയോഗിക്കാൻ പാടില്ല. സുഗന്ധങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടമായിരുന്നു. പള്ളിക്ക് ചാണകം തേക്കൽ പാടില്ല. ചാണകം നജസാണല്ലോ. നായ തൊട്ട പാത്രം കൈകൊണ്ട് തൊട്ടാൽ കൈ നജസാകുമോ എന്നതാണ്. നനവോടെ സ്പർശിച്ചാൽ അത് നജസാകും. ആരോഗ്യ സമൃദ്ധിക്ക് വേണ്ടിയിട്ട് ഉറുമ്പിൻ്റെ രക്തം കുടിക്കാൻ പറ്റുമോ? ജീവികളുടെ രക്തം നിർബന്ധിത ഘട്ടങ്ങളിലല്ലാതെ കുടിക്കാൻ പാടില്ല. അത് നജസാണ് എന്നുണ്ട്. മറ്റൊന്ന്, മൂത്രത്തിൽ തുപ്പരുത് എന്ന് പറയുവാൻ കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. അതിന് മറുപടി: മൂത്രത്തിൽ തുപ്പരുത് എന്ന് പറയാം. മൂത്രത്തിൽ തുപ്പാതിരിക്കൽ സുന്നത്താണ്. തുപ്പുന്നത് നിമിത്തം വസ്വാസ് ഉണ്ടാകുമെന്ന് ചിലർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ത്വാഹിറായ വസ്തുവിനെ നജസിനോട് കലർത്തുക എന്നതും ശരിയല്ല. ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.